സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ടും റെക്കോർഡ് താപനിലയും ജനജീവിതത്തെ ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പാലക്കാട് ജില്ലയിൽ താപനില 39.9 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ കൊല്ലം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി കടന്ന് ചൂട് മുന്നേറുകയാണ്. വറ്റിവരളുന്ന ജലാശയങ്ങളും അന്തരീക്ഷത്തിലെ ഈർപ്പവും ഈ വേനലിനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പ്രതീക്ഷിച്ച വേനൽ മഴ ഒരിടത്തും ലഭിക്കാത്തത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ചൂട് കൂടുമ്പോൾ എ.സിയും ഫാനുകളും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ശൃംഖലയെ തളർത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നലെ കേരളം ഉപയോഗിച്ചത് 118.26 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ്. ഇത് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന രേഖപ്പെടുത്തലാണ്. ഈ മാസം തന്നെ മൂന്നാം തവണയാണ് ഉപഭോഗം സർവ്വകാല റെക്കോർഡുകൾ ഭേദിക്കുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് യൂണിറ്റിന് 20 രൂപ വരെ നൽകി വൈദ്യുതി വാങ്ങേണ്ട ഗതികേടിലാണ് KSEB. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പവർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സൂര്യതാപവും നിർജ്ജലീകരണവും ഒഴിവാക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഈ കനത്ത ചൂടിന് അന്ത്യമിട്ടുകൊണ്ട് ഇന്ന് മുതൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനം. നാളെ മുതൽ 3 ദിവസത്തേക്ക് സാമാന്യം ശക്തമായ മഴ ലഭിക്കുമെന്ന സൂചനകൾ വറ്റിവരളുന്ന അണക്കെട്ടുകൾക്കും ചുട്ടുപൊള്ളുന്ന ജനങ്ങൾക്കും ഒരുപോലെ ആശ്വാസം നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.